ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് പണി കിട്ടി, അദ്ദേഹത്തിന്റെ ഗവർണർ സ്ഥാനം തെറിച്ചു എന്ന ആദ്യഘട്ടങ്ങളിൽ വലിയ സന്തോഷം ഇടത് സൈബർ ഇടങ്ങളിലുണ്ടായി. പക്ഷേ ഇപ്പോൾ ഒരു പ്രേക്ഷകന്റെ ഒരു കമന്റാണ്, അണലി പോകുമ്പോൾ രാജവെമ്പാല വരുന്നു. ഭയമുണ്ടോ പുതിയ ഗവർണർ വരുമ്പോൾ ഇടതുപക്ഷത്തിന്? ഭയവുമില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു ഭയവുമില്ല. അതിന്റെ ഏറ്റവും പ്രധാനമുള്ള ജസ്റ്റിസ് സദാശിവോ അദ്ദേഹങ്ങൾ ഭയന്നില്ല. അത്ര മാറ്റം അദ്ദേഹം തിരിച്ചുപോയി. രാജേന്ദ്ര അല്ലേക്കർ എന്ന് പറയുന്ന ഗോവക്കാരനായ ഗോവയുടെ മിനിസ്റ്ററിലുണ്ടായിരുന്ന വളരെ മാന്യനായ അദ്ദേഹം സംഘപരിവാറിന്റെ പ്രോഡക്റ്റ് ആണെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നു. അദ്ദേഹം ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ആകില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുന്ന ആർക്കും അറിയാം. പക്ഷെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്, അത് വേറെ ഇതാ. അങ്ങനെ ഉണ്ടാകുന്നില്ല. അങ്ങനെയൊന്നും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവർണർമാർക്കും തമിഴ്നാട് ഗവർണർ നിരന്തരമായ ഏറ്റുമുട്ടലുകളും യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള വിചിത്രമായ കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ തമിഴ്നാട് ഗവർണർ. കഴിഞ്ഞ 8 മാസമായിട്ട് വാ തുറക്കുന്നില്ല. എന്റെ കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമില്ലോ. ഇനി ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന്റെ ജനാധിപത്യത്തിനോടുള്ള കൂറില്ലായ്മയെ കുറിച്ചും പ്രതിബദ്ധതയില്ലായ്മയെ കുറിച്ചും ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹം സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന കാലത്ത് 1 വർഷം മുമ്പ് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് പത്രസമ്മേളനം പത്രക്കാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ടാണ് പത്രക്കാരെ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം കലിതുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ഉടുപ്പുണ്ടെങ്കിൽ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ട. എന്താ പറഞ്ഞതറിയോ? 2 മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു, മീഡിയ വൺ കൈരളി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട് ഫ്രം മൈ പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞു 2 തവണ. അങ്ങനെ മാധ്യമങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചാണ്. അസഹിഷ്ണുതയുള്ള ആളാണ്. ഈ മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തിനെ ഈ നിരുത്തരവാദമായ പ്രവർത്തനങ്ങൾക്കെല്ലാം മൈക്ക് നീട്ടിക്കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ പറഞ്ഞ മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ചോദ്യം വരുന്നത് പ്രതീക്ഷ തന്നെ പറഞ്ഞത്. ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? അവിടെ കേൾക്കൂ, അവിടെ എന്നോട് മാത്രം എന്താ പക്ക ബോറാ അങ്ങനെ ചോദിക്കുന്നത്. കാരണം അത് ഒരു ജനാധിപത്യ മര്യാദയല്ല. അവർക്ക് മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശിച്ച് അവർ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടക്കേണ്ട സന്ദർഭത്തിൽ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ടാ പോകാതിരുന്നപ്പോഴാണ് കടക്കുപുറത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാണ്ട് പ്രവേശനം ഒന്നും തടഞ്ഞില്ല, അഡ്വാൻസ് ആയിട്ട് ഗെറ്റ് ഔട്ട് അടിച്ചിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ അന്ന് മുതലേ ഈ പിണറായി വിജയൻ എങ്ങനെ പറയുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു കാര്യത്തിലൊന്നുമല്ല എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് പത്രക്കാരെ ഒരു പ്രമുഖരായിട്ടുള്ള പത്രാധിപരെ ആക്ഷേപിച്ചില്ല. അപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ശൈലി ഗവർണർ എടുക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ അതുകൊണ്ടേലും നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അല്ല, പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ, ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കൂ. കാരണം സാർ നിങ്ങളുടെ ചാനല ആ അതിഥിയായിട്ടിരിക്കുന്ന എന്നോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുവദിക്കേണ്ട. അതല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പശ്ചിമ ബംഗാൾ ഗവർണറായിട്ട് നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു. ഒരിക്കലും അംഗീകരിക്കാത്ത, ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രി ബംഗാളിൽ നിന്നുള്ള ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചതാണ്. അദ്ദേഹം പോലും തെരുവിലിറങ്ങി അവിടുത്തെ വിദ്യാർത്ഥികൾ വളരുന്ന തലമുറയെ കൗമാരക്കാരെ ക്രിമിനലുകളെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിട്ടില്ല. ഒരു ഗവർണർ ഒരു യുവജന കൂട്ടായ്മയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ റീഫോം ചെയ്ത്, അവരെ റീകൺസ്ട്രക്ട് ചെയ്ത്, അവരെ മനസ്സ് മാറ്റി നല്ല രീതിയിൽ ഉപദേശം കൊടുക്കേണ്ട, മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ക്രിമിനലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് 65 മീറ്റർ അപ്പുറത്തേക്കുന്ന 4 കുട്ടികളെ ഭയന്നുകൊണ്ട് അദ്ദേഹം ചാടി ഇറങ്ങിപ്പോയി. അതായത് സെക്യൂരിറ്റി പരിവാരങ്ങളായിട്ട് വന്ന തെരുവിൽ നാടകം കളിച്ച് ഈ ഗവർണർ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? അദ്ദേഹം ആ പദവിയെ ദുരുപയോഗിച്ചില്ലേ? അതേസമയം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ 2 വർഷക്കാലം വളരെ സ്നേഹത്തിലായിരുന്നു.